പരിവാഹൻ തട്ടിപ്പ് കേസിൽ 16-കാരൻ ഇന്ന് ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പോലീസിനെ അറിയിച്ചു. സൈബർ പോലീസ് വീണ്ടും നോട്ടീസ് നൽകും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചെയ്യുന്ന വിഷ്ണു, രാജ്യത്താകമാനം നിരവധി ഡിജിറ്റൽ തട്ടിപ്പുകൾ നടത്തിയ കേസിലെ പ്രധാനികളാണ് ഇവർ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സുഹൈല, പ്രായപൂർത്തിയാകാത്ത പശ്ചാത്തലത്തിലാണ് 16-കാരന്റെ അറസ്റ്റ് സൈബർ പോലീസ് വാരണാസിയിൽ വെച്ച് രേഖപ്പെടുത്താതിരുന്നത്. പകരം ഇയാൾക്ക് നോട്ടീസ് നൽകി എറണാകുളം സൈബർ പോലീസിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇന്നാണ് ആ നോട്ടീസ് പ്രകാരം എത്തേണ്ടിയിരുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് എത്താനാവില്ല എന്ന മറുപടി നൽകുകയായിരുന്നു. വീണ്ടും ഈ 16-കാരൻ നോട്ടീസ് നൽകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ തട്ടിപ്പിന്റെ ആകെ മാസ്റ്റർ ബ്രെയിൻ ഇയാളാണ്. ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാം ചെയ്തത് ഇയാൾ എന്നാണ് കൂട്ടുപ്രതികളുടെ മൊഴി. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിച്ചു തീരുമാനിച്ചത്. നേരത്തെ കസ്റ്റഡിയിൽ വാങ്ങിയ 2 പ്രതികളെ ചോദ്യം ചെയ്തു. അവരിൽ നിന്ന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊൽക്കത്ത കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് കേന്ദ്രമെന്നാണ് മനസ്സിലാകുന്നത്. കൂടുതൽ അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട്. പരിവാഹന്റെ പേരിൽ വാട്സപ്പിൽ ലിങ്ക് അയച്ചാൽ ലിങ്ക് തൊട്ടാൽ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്ന രീതിയിൽ അത്രയും കൃത്യമായ ഒരു മാസ്റ്റർ മൈൻഡഡ് ഓപ്പറേഷനാണ് അവർ നടത്തിയത്. അതിന്റെ ആസൂത്രകൻ 16-കാരനാണ്. ആ 16-കാരനാണ് നോട്ടീസ് നൽകിയിട്ടും ഹാജരാകാതിരുന്നത്.